അമ്പാടി ഇന്നലെ കോളേജ് ഉണ്ടോ? ഉണ്ട് സാർ. കോളേജ് എന്തോന്ന് വെക്കേഷൻ അല്ലേ? അല്ല സാർ, വൈവേ ഉണ്ട്. എപ്പോ വരും നീ? ഉച്ച കഴിയും. എന്താ? അല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. സമയം കിട്ടുമോ അറിയാൻ വേണ്ടി. അതിന് കുഴപ്പമെന്താ ഇപ്പൊ പറ. അല്ല, അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള താമസമില്ലേ, അതൊരിക്കലൊരു ഇടത്താവളമായിട്ട് കാണാൻ. ഇടത്താവളോ? അതെന്താന്ന് വെച്ചാ? അല്ല, നിങ്ങൾ മക്കൾ ജനിച്ച് വളർന്ന് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തിലോട്ട് പോകില്ലേ, അപ്പം അതത്രയും കാലം നിങ്ങൾക്ക് താമസിക്കേണ്ട, സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ളൊരു ഇടത്താവളമായിട്ട് മാത്രം അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ളൊരു ജീവിതം കാണരുത് എന്നാണ് അച്ഛൻ പറഞ്ഞത്. മനസ്സിലായോ? അതെന്തിനാ ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയുന്നത്? അത് വേറെ ഒന്നുമല്ല മക്കളെ, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് അച്ഛൻ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സങ്കടമൊക്കെ എന്ന് പറയുന്നത്, അവരെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവർ സ്വന്തം കാലിൽ നിന്നും അവർ കല്യാണം കഴിച്ചു, അവരവരുടേതായ ഒരു കുടുംബമായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ രക്ഷിതാക്കളൊന്ന് തിരിഞ്ഞു നോക്കുകയോ രക്ഷിതാക്കൾക്ക് എന്താണോ വേണ്ടത്, അച്ഛനമ്മമാർക്ക് എന്താണോ വേണ്ടത്, അതിൻ്റെ ഒരു കാര്യം പോലും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ഒരുപാട് സങ്കടങ്ങൾ അവരിങ്ങനെ അച്ഛനോട് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. വേറെ ഒന്നുമല്ല മക്കളെ, അവർ അച്ഛനമ്മമാരുടെ അടുത്ത് നമ്മളൊന്ന് കുറച്ചു നേരം സംസാരിക്കുക, അവരുടെ സുഖവിവരങ്ങൾ തിരക്കുക, അവർക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് അറിഞ്ഞു ചെയ്യുക. അതിപ്പം നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ച് ഭാര്യ വരുമ്പോഴത്തേക്ക് അവളെല്ലാം ചെയ്തോളും എന്നും പറഞ്ഞ് നിങ്ങൾ മാറരുത്. അവൾ എന്തൊക്കെ തന്നെ ചെയ്താലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തഴുകലോ തലോടലോ, നിങ്ങൾ എന്ത് വേണോ അച്ഛാ, എന്ത് വേണോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാവുമെന്നറിയാം. സ്വന്തം മക്കൾ അച്ഛനമ്മമാരോട് അറിഞ്ഞങ്ങോട്ട് സ്നേഹപ്രകടനം നടത്തണം. അത് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക്, നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം അവരെ കൂടെ കൊണ്ടുപോകും. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ വെറുതെയെങ്കിലും ഒന്ന് ചോദിക്കുക. അങ്ങനെ ഒരുപാട് കാര്യം. മറ്റത് സ്വന്തം കാര്യങ്ങൾ നോക്കി അങ്ങ് പോകുന്നു, തിരിഞ്ഞു പോലും നോക്കുന്നില്ല, മക്കളൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള അമ്മമാരുടെ പരാതികളുണ്ട് ഒരുപാട്. എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ അവർ നമ്മുടെ ആ ഒരു സന്തോഷവും സുഖവും കണ്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞ് കരയുന്നതാണ്. അല്ല, നമുക്കൊന്നും ചെയ്യാനുമില്ല. ഞങ്ങൾ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ അതിന് മേലെ പോയി. അപ്പം എല്ലാവരും മക്കൾമാർക്ക് വിദ്യാഭ്യാസം കൂടുതലുള്ള, അപ്പം അറിവും ചിന്തകളും ഒരുപാട് മക്കൾമാർ ചിന്തിക്കണം. ഞങ്ങളുടെ അമ്മയാണ്. അപ്പം അവരെന്തൊക്കെ തന്നെ ഒരു ദുഷ്ടത്തനം കാണിച്ചിരുന്നാലും നമ്മളത് ക്ഷമിക്കാനും ഓർക്കാനും. ചിലപ്പോൾ നാളെ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവവും സ്നേഹവും ഇതായിരിക്കില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരു എന്താ പറയുക ഭാര്യയായി മക്കളായി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ സങ്കടങ്ങളൊക്കെ വരാം. നിങ്ങൾ കാണിക്കുന്ന സ്നേഹ പ്രകടനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ സ്നേഹം, ഒരു സങ്കടവും ദേഷ്യവും അസൂയൊക്കെ ഞങ്ങൾക്കും വരണം. അതാണ് ജീവിതം. അതാണ് മക്കളെ, നമ്മുടെ അച്ഛനമ്മമാരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ലോകത്ത് എന്തൊക്കെ തന്നെ നേടിയിരുന്നാലും അതിനധികം ആയുസ്സുണ്ടാകും. കാരണം നമ്മൾ തിരിച്ച് ആ അച്ഛനമ്മമാരുടെ സ്ഥാനത്ത് നമ്മൾ വരുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഞങ്ങളുടെ അതേ സ്ഥാനത്ത് നിങ്ങൾ വരും. അന്നേരം നിങ്ങൾ ആലോചിക്കുക എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. അപ്പോൾ അത് പോകരുത് ഒരിക്കലും. കാരണം അച്ഛനമ്മമാർക്ക് ഇപ്പം ഞങ്ങളെയും കാലം വിദ്യാഭ്യാസം കൂടുതലാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അച്ഛനമ്മമാർ നാളെ ഞങ്ങൾ എന്തെങ്കിലും ദേഷ്യം കാണിച്ചാലോ നിങ്ങളോട് എന്തെങ്കിലും വിരോധം കാണിച്ചാലോ അതൊക്കെ ക്ഷമിക്കാനും ഓർക്കാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങളത് മനസ്സ് കാണിക്കണം. ഇതൊക്കെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിനാ? ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമെന്നാണോ? അതിപ്പോൾ നിങ്ങളോടെ എനിക്ക് പറയാൻ പറ്റുമോ? ഈ ലോകത്ത് അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറയാൻ അവകാശവും എന്തെങ്കിലും പറയാൻ പറ്റുന്നത് നിങ്ങൾ 2 മക്കളോട് മാത്രമേ ഉള്ളൂ. ഇത് കേട്ട് ആരെങ്കിലുമൊക്കെ മനസ്സിലാക്കി അത്രയും നല്ലത്.